ചരിത്രം തുടിക്കുന്ന മാളയിലെ സിനഗോഗിൽ മറ്റൊരു ചരിത്രം രചിച്ച് അന്താരാഷ്ട്ര മ്യൂസിയം ദിനാചരണം. യഹൂദ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രദർശനവും സെമിനാറും നടന്നു. മുസീരിയസ് പൈതൃക പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദിനാചരണം MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുസീരിയസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മുസീരിയസ് സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുത്ത 30ഓളം വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ മ്യൂസിയങ്ങളുടെ ഭാവി എന്ന വിഷയത്തിൽ നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയുടെ മുൻ ഡയറക്ടറും ഇന്റർനാഷണൽ മോണുമെന്റ് ആൻഡ് സൈറ്റിന്റെ സയന്റിഫിക് കൗൺസിലറുമായ B വേണുഗോപാൽ ക്ലാസ് എടുത്തു. മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർ യദുകൃഷ്ണൻ TV, CPIM പ്രതിനിധി TK സന്തോഷ്, കോൺഗ്രസ് പ്രതിനിധി TD ജോസ്, മാള പൈതൃക സംരക്ഷണ സമിതി പ്രതിനിധി C കർമ്മചന്ദ്രൻ എന്നിവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ടൂർ പാക്കേജുകളും പരിപാടിയിൽ അവതരിപ്പിച്ചു. മുസീരിയസ് പൈതൃക പദ്ധതി ഫിനാൻസ് മാനേജർ ജോസ് V പേട്ട ചടങ്ങിന് നന്ദി പറഞ്ഞു. മെയ് 17-18 ദിവസങ്ങളിലായി നടക്കുന്ന അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷത്തിൽ മാള CDS കുടുംബശ്രീയുടെ ഭക്ഷണ വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും ചടങ്ങിന്റെ ആകർഷണമാണ്. ടൂറിസ്റ്റ് സാധ്യതയോടൊപ്പം തന്നെ പഠന സാധ്യതകളിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ സിനഗോഗ് എന്ന് പറയുന്നത്. ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ്. മാള കടവും നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഷാരൂണിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ചരിത്രപരമായ ലോകത്തിൽ തന്നെ മ്യൂസിയം എന്ന് വെച്ചാൽ ഒരു പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് കളക്ട്സ് എലിമെന്റ്സ് ഓഫ് ഹെറിറ്റേജ്. ആ ബേസിക് നോക്കണേ, ഹെറിറ്റേജിനെ പബ്ലിക് ഡൊമൈനിൽ കാണിക്കാവുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സ്റ്റുഡൻസ് ചോദിക്കുമ്പോൾ എന്തായി മ്യൂസിയം? നമ്മുടെ ഒരു സൊസൈറ്റിയിലുള്ള നമ്മളിപ്പോൾ നമ്മുടെ കോളേജ് ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്യാനുള്ള എക്സാമ്പിൾ ചെയ്യാനുള്ള ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കുട്ടികൾ പഠിക്കുമ്പോൾ